നാളെ അത്തല്ലേ, കുറച്ച് പൂവ് മേടിക്കാനായിട്ട് തൃശ്ശൂർക്കുള്ള പോക്കാം. വരുന്ന വഴിക്കൊക്കെ വേണ്ട പൂക്കടകളുണ്ട്. അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. തൃശ്ശൂർ വന്ന് പൂരപ്പറമ്പിൽ നിന്ന് മേടിക്കണതാണ് കേട്ടോ. ഒരു ആദ്യത്തെ പൂവൊക്കെ അവിടെ നിന്ന് മേടിക്കും എല്ലാ പ്രാവശ്യം. ഇപ്പോൾ 10 ദിവസം ഇടണമല്ലോ, അപ്പോൾ ആ 10 ദിവസം അവിടെ ചെന്ന് വാങ്ങിക്കൊന്നുമില്ല. ആദ്യമായിട്ട് പൂവ് മേടിക്കുമ്പോൾ അത് പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചു വരും. പിന്നെയുള്ളതൊക്കെ അടുത്തുള്ള കടകളിൽ നിന്നാണ് വാങ്ങിക്കുക. ഇപ്പം ഞങ്ങൾ ശക്തൻ്റെ അവിടെ എത്തി. ആകാശപാത കണ്ട അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ ഒരു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് വഴിയിൽ നിന്ന് പോകുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. വാട്ടർ ഡാൻസാന്ന് തോന്നുന്നു. ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കുറേശ്ശെ കാണാം. മൊബൈലിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ടി വിയിലൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ശക്തൻ തമ്പുരാൻ്റെ അടുത്തെത്തി. ഇനി നേരെ ഇവിടെ നിന്ന് നോക്കണത് വടക്കുന്നാഥ അമ്പലം. ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. വണ്ടികളുണ്ടായിരുന്നാൽ കൂടി ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സുഖമൊക്കെ ആയിട്ട് പോകാൻ പറ്റി. ഞാൻ വിചാരിച്ചു റൗണ്ടിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാവും തിരക്ക് എന്ന്. അങ്ങനെ പ്രതീക്ഷിച്ച തിരക്കൊന്നുമില്ല. പിന്നെ ഈ തെക്കേ ഗോപുര നടേര അവിടെ എന്തൊക്കെയോ കടകളും, അങ്ങോട്ട് കയറിയില്ല. എന്തൊക്കെയോ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. ഓണച്ചന്തയൊക്കെയാന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെ കുറേ സംരംഭങ്ങളില്ലേ, അയൽക്കൂട്ടം അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് എന്തായാലും കയറിയില്ല. ഇപ്പോഴത്തെ ലക്ഷ്യം പൂ മേടിച്ച് പോവാന്നുള്ളതാണ്. എന്തായാലും ഒരു വട്ടം കൂടി ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് വരണം. ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങൾ തേനോ ഇവിടെ എത്തി. അപ്പോൾ തേനോ ഇവിടെ നിന്ന് പൂക്കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ തലയിൽ വയ്ക്കാൻ പറ്റിയ മുല്ലപ്പൂ, പിന്നെ അരളിയും തുളസിയും കൂടി കെട്ടിയത്. പണ്ടൊക്കെ ഇത് ഈ അരളിയും തുളസിയൊക്കെ അമ്പലങ്ങളിൽ മാലയ്ക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തലയിൽ വയ്ക്കാനും എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. മുല്ലപ്പൂവിനേലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പൂവ് തലയിലിരിക്കുന്നത് കാണാൻ നല്ല കളർ കോമ്പിനേഷനല്ല. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ മുല്ലപ്പൂ തീരെ പറ്റില്ല, തലവേദന എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൂക്കളായ കാരണം കുഴപ്പമില്ല, മണമൊന്നും ഉണ്ടാവില്ലല്ലോ. പൂ മാർക്കറ്റിക്ക് കടക്കണേൻ്റെ തുടക്കം പൂക്കൂടെയാണ്. നല്ല ഭംഗിയുണ്ട് ഈ കൊട്ടകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള കൊട്ടകളൊക്കെ ഉണ്ട്. തൂക്കി പിടിച്ച് പോവാം, കയ്യിൽ താലേന്തി പോവാം. പൂക്കൾ കാണുമ്പോണ്ടല്ലോ കണ്ണ് മഞ്ഞളിച്ച് പോവും. കിടക്ക പോലെയൊക്കെ നല്ല കനത്തിലിട്ട് നോക്കണത്. അപ്പോൾ എവിടെ നിന്ന് മേടിക്കും? ആദ്യം ഇതൊന്ന് ഓടിച്ചെന്ന് എല്ലാതും വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് വാങ്ങിക്കൽ, ഏത് കടയിൽ നിന്നാണ് വേണ്ടതെന്നുള്ളത് നോക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഓരോ കടകളുടെ മുന്നിലെത്തുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഞാൻ ഇവിടെ നിന്നാവും വാങ്ങാം, ഇവിടെ നിന്നാവും വാങ്ങിക്കുക. പലവരുടെ കയ്യിലും പല പൂക്കളാണ് ഉള്ളത്. എല്ലാതും ഒരുമിച്ച് ഉള്ളത് അപൂർവം. പിന്നെ തേനോ തൃക്കാക്കരപ്പം വന്നിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിൽ തിരുവോണം കൊള്ളാന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഞങ്ങളൊക്കെ ഉത്രാടത്തിൻ്റെ അന്നാണ് വയ്ക്കുക. ചിലർ തിരുവോണം കൊള്ളണവരുണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട്, എല്ലാതും വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഓണമായി. ഒരു സൈഡിൽ നിറച്ച് ഫോട്ടോഷൂട്ടും റീൽസ് എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ധാവണിയൊക്കെ എടുത്തിട്ട് കുട്ടികൾ അമ്പലത്തിൻ്റെ മുന്നിലും, പിന്നെ നല്ല നല്ല ആലുണ്ടല്ലോ അവിടെ വള്ളിയൊക്കെ തൂങ്ങിക്കെടുക്കണേ. അപ്പോൾ അവിടെയൊക്കെ പിടിച്ചിട്ട് അവിടെ ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വരയ്ക്കാണ് പൂക്കച്ചവടം ഉള്ളത്. അധികം കൺഫ്യൂഷനൊന്നും അടിക്കാണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്നാണ് പൂ വാങ്ങിയത്. കയറി വരണോടത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അവിടെ നിന്ന് അധികം ആൾക്കാർ വാങ്ങിക്കും. പിന്നെ അവിടെ ഉള്ളവരൊക്കെ നോക്കുമ്പോൾ ചെറുപ്പക്കാരാണ്. ഇത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇവറ്റേരുടെ അടുത്ത് ആരുമില്ല. അപ്പോൾ ആൾക്കാർ ഇല്ലാത്തടത്തു നിന്നാണ് ഞാൻ വാങ്ങിയത്. പൂ ഫ്രഷ് തന്നെയാട്ടാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേച്ചി എന്നെ ചെറുതായി ഒന്ന് പറ്റിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് എടുക്കും മുപ്പാടെ ചോദിച്ചു. 100 രൂപയാണ് കിറ്റിന്. അപ്പോൾ ചേച്ചിയെ ഈ കാണുന്ന പൂക്കളെല്ലാതും ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇട്ട് തരും, എല്ലാതും ഉണ്ടാവുമെന്ന്. പക്ഷെ എല്ലാ പൂവൊന്നും എനിക്ക് ഇട്ട് തന്നില്ല. ഞാൻ നോക്കണുണ്ടായിരുന്നു ഏതൊക്കെ പൂവ്. ഇപ്പോൾ കാണാമല്ലോ ഇത്രയും പൂവാണ് ഇരിക്കണത്. അപ്പോൾ ഒരു വാരിയിടുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ആ ചേച്ചി ഞാൻ ഇട്ടു വേണമെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. തമിഴന്മാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇട്ട് തന്നു. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കണ് ചോദിച്ചുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കണത്. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. ഒന്നും മിണ്ടാണ്ട് നമ്മൾ വാങ്ങിച്ച് പോവുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞാൽ രസം എന്നിട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പൂ മേടിച്ച് വരുമ്പോൾ എല്ലാവരും ഞങ്ങളതേട്ടാ അവരുടെ കിറ്റിലേക്ക് ഒന്ന് നോക്കും, കിറ്റ് വലിപ്പുണ്ടോ എന്നുള്ളത്. തിരിച്ച് അവരും നമ്മുടെ കിറ്റിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയോ ചിരി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് ആകെ ഒരു തുണ്ട് പൂവാണ് കിട്ടണത്. അപ്പം നോക്കിയപ്പോൾ എനിക്ക് തന്നെയാണ് ലാഭം, ബാക്കി എല്ലാവർക്കും കുറവാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിക്കണത് നല്ല കുറവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ രേൻഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാലി അവിടെ നിന്ന് വാങ്ങിച്ചോ, അത് ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ, പിന്നെ ഇവർക്ക് അത്യാവശ്യം കിട്ടും, അവർക്കായാലും കിട്ടും. എന്നാലും അവർ എനിക്ക് അങ്ങനെ നിൽക്കണപ്പോൾ ഒരു പാവമൊക്കെ തോന്നി, അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കിറ്റ് നോട്ടാണ് അതിലേറ്റവും രസമായത്. എല്ലാവരും നോക്കണേ, നമ്മളിപ്പോൾ നമ്മളത് അവരെ നോക്കാണ്ട് പോണില്ല. എല്ലാവരും അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് പോക്ക്. പൂ വാങ്ങി വരാണെങ്കിലും അവിടെയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പറയും കേട്ടോ, ചേച്ചി ഇവിടെ നിന്ന് വാങ്ങാം അവിടെ നിന്ന് വാങ്ങുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തോ പോലെയാവും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, 10 ദിവസമില്ലേ, ഓരോ ദിവസം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടാന്ന്. നമ്മൾക്ക് അവരിങ്ങനെ കെഞ്ചി ചോദിക്കുന്ന പോലെയൊക്കെ ചോദിക്കുമ്പോൾ ഇത് അധിക ദിവസം വെക്കാനും പറ്റില്ലല്ലോ. ഏറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കൊക്കെ ഒരു വാട്ടം വരും. പിന്നെ 3 ദിവസം ബിസ്ക്കറ്റ് ഇടും വേണം. 100 രൂപ. അതല്ലെങ്കിൽ 10 ദിവസം 100 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ കണ്ണിൽ കൂടെ പോവും. അപ്പം എന്തായാലും ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ പൂവ് എടുക്കേണ്ടി വരും. അങ്ങനെ പൂവിൻ്റെ ഏരിയ കഴിഞ്ഞ് തുണിത്തരങ്ങളുടെ ഏരിയയിലേക്ക് എത്തി. നല്ല തിരക്കുണ്ട് തുണിക്കടയിൽ. ഈ നേരമായിട്ടും നല്ല തിരക്കുണ്ട്. ഈ നേരം എന്ന് പറയാൻ അധികം ഒന്നും ആയിട്ടില്ല, 6 മണിക്ക് തന്നെ ആയിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കാനൊക്കെ വരണം. അത് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടു പോകുമ്പോഴുണ്ടല്ലോ എനിക്കായാലും അത് ഡ്രസ്സുകൾ ഇഷ്ടം പോലെ എനിക്ക് തോന്നിട്ട്, പക്ഷേ ഏതൊക്കെ മോഡൽ എന്തൊക്കെ മോഡലെന്ന് വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും സെലക്ഷനൊന്നും ഇല്ലാത്ത പോലെ. അത് എനിക്ക് മാത്രമാണോ? എനിക്കത് എൻ്റെ മോൾക്കത് അങ്ങനെ തന്നെയാണ്. മോനങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവന് വേഗം ചെല്ലുമ്പോഴേക്കും എടുത്തു വെച്ച പോലെയാണ് ഡ്രസ്സുകൾ അവിടെ ഇരിക്കേണ്ടാവുക. അവൻ വേഗം അത് സെലക്ട് ചെയ്തിങ്ങോട്ട് പോരും. പക്ഷേ എൻ്റെ മോളുടെയും കാര്യം ഇങ്ങനെയാണ്. കട മുഴുവൻ ഞങ്ങൾ തെണ്ടിയാലും ഞങ്ങൾക്കുള്ള ഡ്രസ്സ് കിട്ടില്ല. നേരെ ഞങ്ങൾ ആ ആകാശപാതയിലേക്ക് കയറി. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ആ വെള്ളത്തിൻ്റെ പ്രോഗ്രാം കാണാൻ പറ്റും. അപ്പോൾ ആഗസ്റ്റ് 15-നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കണ്ട നല്ല ഭംഗിയിൽ നമ്മുടെ പതാകയുടെ കളറിലുള്ള വെള്ളമൊക്കെ ചാടി വരുന്നുണ്ട്. പാട്ടുണ്ടാവും തോന്നുന്നുണ്ട്, അതൊന്നും ഇങ്ങോട്ട് കേൾക്കില്ല, എന്നാലും കാണാൻ പറ്റി ഇതാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ ആകാശപാതയിലേക്ക് കയറിയത് ലിഫ്റ്റ് വഴിയാണ്. തിരിച്ചു വരുമ്പോൾ ആ ലിഫ്റ്റിനൊന്നും കണ്ടില്ല. അപ്പോൾ മുകളിലേക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇറങ്ങണത് സ്റ്റെപ്പ് വഴി തന്നെ ഇറങ്ങണം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള പുറപ്പാടിലാണ്. എനിക്ക് ഈ ആകാശപാത കാണാനായിട്ട് നല്ല ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയത് കാണാനായിട്ട്. മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ വണ്ടികളൊക്കെ കുഞ്ഞു കുട്ടികളുടെ അപ്പോഴത്തെ കാറൊക്കെ ഇല്ലേ, അതിങ്ങനെ ഒഴുകി പോകണമെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ വീട്ടിലേക്ക് പോവാണ്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നാളെ അത്താണ്, പൂക്കളിടണം. ആ ഒരു ത്വരയിലാണ് പോക്ക്. പ്രത്യേകിച്ച് വലിയ ഡിസൈനൊന്നും ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരില്ല. അപ്പം തോന്നണ ഒരു ഡിസൈൻ അത്തപ്പൂക്കളായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.